ഡിയർ സ്റ്റുഡൻസ്, ടെസ്റ്റിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അതായത് ശരിക്കും ടെസ്റ്റിംഗ് എന്ന വീഡിയോ ആണെങ്കിൽ കൂടിയും പൂർണ്ണമായിട്ടും ടെസ്റ്റിങ്ങിലോട്ട് ഇറങ്ങി ചെന്നിട്ടല്ല പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് അല്ല പറയുന്നത്. കാരണം അടുത്ത 6th സെമ്മിൽ എലക്റ്റീവ് പേപ്പർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. അതിൽ മുഴുവനും ടെസ്റ്റിംഗ് തന്നെയാണ്. അത്രയും ടെസ്റ്റിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ശരിക്കും സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇതിൽ സ്ട്രാറ്റജിക് ഇഷ്യൂസാണ് പറയുന്നത്. അങ്ങനെ കുറേശ്ശെ ആയിട്ടാണ് പറയുന്നത്. സ്ട്രാറ്റജിക് ഇഷ്യൂസ്. ഫസ്റ്റത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് സ്പെസിഫൈ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ഇൻ എ ക്വാണ്ടിഫയബിൾ മാനർ ലോങ് ബിഫോർ ടെസ്റ്റിംഗ് കമൻസസ്. അപ്പോൾ അതായത് ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ക്വാണ്ടിഫയബിൾ മാനറിലാണ്. അതായത് ക്വാളിറ്റിക്ക് അപ്പുറത്ത് എത്രയുണ്ട് ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റിൻ്റെ ആ ഒരു എത്രത്തോളം ഉണ്ട്, ആ ഒരു വർക്ക് എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. സ്പെസിഫൈ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ഇൻ ക്വാണ്ടിഫയബിൾ മാനർ ലോങ് ബിഫോർ ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യാനുള്ള വർക്ക് എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു ഇഷ്യൂ ആണ് മെയിൻ. മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ സ്ട്രാറ്റജിക് ഇഷ്യൂ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് സ്റ്റേറ്റ് ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലിസിറ്റ്ലി. ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു മാനറുണ്ട്. ജസ്റ്റ് കമ്പൈലേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു സ്ട്രക്ചർ വൈ പ്രോസസ് ആയിട്ട് ടെസ്റ്റിംഗ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അണ്ടർസ്റ്റാൻഡ് ദ യൂസേഴ്സ് ഓഫ് ദി സോഫ്റ്റ്വെയർ ആൻഡ് ഡെവലപ്പ് എ പ്രൊഫൈൽ ഫോർ ഈച്ച് യൂസർ കാറ്റഗറി. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിനെ മനസ്സിലാക്കാൻ യൂസറിന് കഴിയണം. ഓരോ യൂസറിനും ഉണ്ടാക്കിയ പ്രൊഫൈൽ കാറ്റഗറി എങ്ങനെ എന്നുള്ളത് ഡെവലപ്പ് ചെയ്തിരിക്കണമെന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ യൂസർക്ക് കഴിയണം. അണ്ടർസ്റ്റാൻഡ് ദ യൂസർ ഓഫ് ദി സോഫ്റ്റ്വെയറിൻ്റെ യൂസർ ആരാണ്, അതിന് ഡെവലപ്പ് എ പ്രൊഫൈൽ ഫോർ ഈച്ച് യൂസർ. അപ്പോൾ ആരാണ് അത് യൂസ് ചെയ്യുന്നത്, അതായത് കസ്റ്റമർ എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതനുസരിച്ചിട്ടാണ് അയാളുടെ പ്രൊഫൈൽ കാറ്റഗറി ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ യൂസ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ളത് ആക്കിയിട്ട് കാര്യമില്ല. ഡെവലപ്പ് എ ടെസ്റ്റിംഗ് പ്ലാൻ ദാറ്റ് എംഫസൈസ് റാപ്പിഡ് സൈക്കിൾ ടെസ്റ്റിംഗ്. അതായത് ടെസ്റ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനാണ് ടെസ്റ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു പ്ലാൻ. നമുക്കറിയാം, ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഫേസുകളാണ്. 5 ഫേസുകളുണ്ട്. അതിലിപ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ഫസ്റ്റത്തെ സ്റ്റേജായ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ചെയ്യണമെങ്കിൽ തന്നെ അതിനും ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതിപ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സൈക്ലിക് പ്രോസസ്സാണെന്ന് പറയാം. അതുപോലെ ഡിസൈനിങ് ആണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും കോഡിങ് ഒക്കെ ഇതിനുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിനുണ്ട്. ടെസ്റ്റിങ്ങിൻ്റെ പ്ലാൻ, ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള തീരുമാനം ടെസ്റ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അതിനും അതും ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അതിന് പറയുന്ന പേരാണ് റാപ്പിഡ് സൈക്കിൾ ടെസ്റ്റിംഗ്. പിന്നെ പറയുന്നതാണ് ബിൽഡ് റോബസ്റ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസൈൻ ടു ടെസ്റ്റ് ഇറ്റ്സെൽഫ്. അതായത് റോബസ്റ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, അത് സ്വന്തമായിട്ട് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് അതിൻ്റെ സ്കാനിങ് അതിന് തന്നെ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ എറേഴ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതിനാണ് റോബസ്റ്റ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. അത് ബിൽഡ് ചെയ്യാൻ കഴിയുക, അതൊരു വലിയ കാര്യമാണ്. അതായത് സോഫ്റ്റ്വെയറിൻ്റെതായ എറർ മനസ്സിലാക്കി തരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മനസ്സിലാക്കി തരാൻ കഴിയാതാവുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ മനസ്സിലാക്കി തരാൻ കഴിയണം. യൂസ് എഫക്റ്റീവ് ടെക്നിക്കൽ റിവ്യൂസ് ആസ് എ ഫിൽറ്റർ പ്രിയർ ടു ടെസ്റ്റിംഗ്. ടെക്നിക്കൽ റിവ്യൂ, അതായത് ടെക്നിക്കലായിട്ട് സ്കില്ലുള്ള ഒരാൾക്ക് മാത്രം, ടെക്നിക്കൽ റിവ്യൂ അറിയുന്നവർക്ക് മാത്രമേ ടെക്നിക്കൽ ടെസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുക വളരെ ഒരു ബുദ്ധിമുട്ടാണ്. കണ്ടക്ട് ടെക്നിക്കൽ റിവ്യൂസ് ടു ആക്സസ് ടെസ്റ്റ് സ്ട്രാറ്റജി ആൻഡ് ടെസ്റ്റ് കേസസ് ദെംസെൽഫ്. അപ്പോൾ ഈ ടെക്നിക്കൽ റിവ്യൂ വെച്ചുകൊണ്ട് എന്താണ് ടെസ്റ്റ് സ്ട്രാറ്റജിയും ടെസ്റ്റ് കേസസും, അത് ഏതൊക്കെ കേസിലാണ് അത് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതും ഏതൊക്കെ ടെക്നിക്കുകളാണ് ആ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കി എടുക്കാൻ കഴിയണം. ഡെവലപ്പ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് അപ്രോച്ച് ഫോർ ടെസ്റ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ എന്താണ്, ഒരു
ടെസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ടെസ്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റിംഗ് അപ്രോച്ചോട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ടെസ്റ്റിംഗ് പ്രോസസ്സ്. അതായത് ഒരു ടെസ്റ്റിംഗ് നടത്തി നിർത്തലല്ല, എന്താണ് ഫുൾ എറർലെസ് ആക്കി മാറ്റാൻ വേണ്ടി എന്താണ് ടെസ്റ്റിംഗ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത്രയാണ് ആ ഒരു ഇഷ്യൂവിൽ പറയാനുള്ളത്. അതായത് സ്ട്രാറ്റജിക് ഇഷ്യൂ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് സ്ട്രാറ്റജിക് ഇഷ്യൂസാണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്ട്രാറ്റജിക് ഇഷ്യൂസ് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടി പറയാം. സ്പെസിഫിക് പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ഇൻ എ ക്വാണ്ടിഫയബിൾ മാനർ ലോങ് ബിഫോർ ടെക്നിക് കമൻസ്. അതായത് ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ എത്രത്തോളം ഉണ്ട് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കണം. പിന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ യൂസറിനെ മനസ്സിലാക്കിക്കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ കഴിയണം. പിന്നെ ടെസ്റ്റിംഗ് പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ റോബസ്റ്റ്നെസ് നിലനിർത്തണം. പിന്നെ പറയുന്നത് ടെക്നിക്കൽ റിവ്യൂ യൂസ് ചെയ്ത് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് സ്ട്രാറ്റജിയും ടെസ്റ്റ് കേസസും ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. പിന്നെ ടെസ്റ്റിംഗ് കേസ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഓഫ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.